ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീക്കിൽ അപ്ഡേറ്റ് ആണ് കേട്ടോ. സെക്കൻഡ് വീക്കിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം എല്ലാം വളർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട, അതിൽ 3 അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്, പൊക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചുമന്ന വെണ്ടയുടെ വിത്താണ് കേട്ടോ. അതിലും അതെ 3 വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ ഒച്ചെണ്ണവും മുളച്ചിട്ടില്ല. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. വഴുതനങ്ങയിൽ കുറച്ച് അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ആണെങ്കിൽ വെള്ളപ്പാവയ്ക്ക, അതിൽ 1 മുളച്ച് വന്നിട്ടുണ്ട്. ഇത് കുമ്പളമാണ്. കുമ്പളം 2 മുളച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതും പടവലങ്ങയായിരുന്നു, മുളച്ചിട്ടില്ല. ഇത് നമ്മൾ കനേഡിയൻ ഡയറിയിൽ നിന്ന് വാങ്ങിച്ചാൽ ഈ ഹോട്ട് പെപ്പറാണ്. തിരിച്ചു വയ്ക്കാം. അതെ, ഈ ഹോട്ട് പെപ്പറാണ്. അതും അത്യാവശ്യം ഒരു 7 മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളക്കാന്താരി. ഞാൻ മുളക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ പക്ഷെ ഇഷ്ടം പോലെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ലൈറ്റിൻ്റെ അടിയിൽ വെച്ച പച്ചക്കറി വിത്തുകളാണ്. ഇനി നമുക്ക് സ്ലൈഡിങ് ഡോറിൻ്റെ അടുത്ത് വെച്ചതിനെ ഒന്ന് നോക്കാം. അപ്പോൾ സ്ലൈഡിങ് ഡോറിൻ്റെ അടുത്ത് വെച്ചാൽ ഇത് വെണ്ട തന്നെയാണ്. ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ 2 വിത്താണ്. പിന്നെ ഇതൊന്നും മുളച്ചിട്ടില്ല. ഇത് നമ്മുടെ ഷുഗർ പീസ്, അതിൻ്റെ 2 മുളച്ചേക്കുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ കാന്താരി, നമ്മുടെ വെള്ളക്കാന്താരിയുടെ ബാക്കി ഇതിൽ തട്ടത് മുളച്ചു വന്നതാണ്. ഇതിലും ഈ കുഞ്ഞിതിലും പടവലങ്ങയായിരുന്നു കേട്ടോ, മുളച്ചിട്ടില്ല. ഈ കുമ്പളം ഇതിനകത്ത് തട്ടത് മുളച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ചുമന്ന വെണ്ടയായിരുന്നു, മുളച്ചിട്ടില്ല. പിന്നെ ഉള്ളത് കാശ്മീരി മുളക്, അത് ഇതിനകത്ത് ഇട്ടത് മുളച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഇതെന്തായിരുന്നേ, കുറ്റി ബീൻസ്, ഇതിനകത്ത് വെച്ചത് മുളച്ചിട്ടില്ല. ഇതിലിവിടെ മുളച്ച് വന്നായിരുന്നു നമ്മൾ വേറൊരു വെണ്ടയായിരുന്നു, പക്ഷെ അത് അവിടെ വെച്ച് നിന്നുപോയി, കുഴപ്പമില്ല. ഇതാണെങ്കിൽ നമ്മുടെ കനേഡിയൻ ഡയറിൽ തന്നെ അവിടെ നേരത്തെ നിങ്ങൾ കണ്ട മുളകിൻ്റെ ബാക്കിയാണ്. ഞാൻ ഇവിടെ കുറച്ച് വിത്തും അതിൽ കുറച്ച് വിത്തായിട്ട് നട്ടായിരുന്നത്. ഇത് നമ്മുടെ വഴുതനങ്ങയുടെ ഇവിടെ നട്ടതിൽ അത് കുറച്ച് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഇവിടെ ആ പയറിൻ്റെ ഐറ്റംസ്, കുറ്റിപ്പയർ, കുറ്റി ബീൻസ് ഇവിടെ കുറച്ച് വെച്ചേർന്നതില്ലേ, അതെല്ലാം ഈ ഭാഗത്ത് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ സ്നോപ്പിയാണ്. ഇത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം, കാരണം ഇപ്പോഴേ വള്ളി വീണ് തുടങ്ങി. നമുക്കിപ്പോഴേ വള്ളി വീണുണ്ട. ഇത് ഞാൻ മിക്സഡ് പയർ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ കൂടെ നട്ടതാണ്. ഇത് അതിൽ പയറുകളാണ് കേട്ടോ മെയിനായിട്ട് വളർന്നു വന്നേക്കുന്നത്. ഇത് ഞാൻ അപ്പുറത്തെ സൈഡ് പോയിട്ട് കാണിക്കാം. പിന്നെ ഇതാണെങ്കിലും അതെ ആ സ്നോപ്പിയുടെ വിത്തുകളാണ്, അത് മുളച്ച് വരുന്നുണ്ട്. ഇത് ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ കാന്താരിയുടെ ചെടി മേടിക്കാൻ കിട്ടും. ചെടിയല്ല, അതെ, നമ്മുടെ തൈ മേടിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചത് എനിക്ക് കുറച്ച് മുളക് തന്നായിരുന്നു. അത് വളരെ ചെറിയ മുളകായിരിക്കും ഉണ്ടാവുന്നത്, പക്ഷെ നല്ല രൂപ. അതിൻ്റെ വിത്ത് നട്ടതാണ്, അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് പിന്നെയും ആ സ്നോപ്പി തന്നെയാണ്. ഇതും അത് തന്നെയാണ്, പക്ഷെ ഞാൻ ഇതിനെ പ്രൂൺ ചെയ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കിട്ടും. കാരണം ഇതിന് പെട്ടെന്ന് വള്ളി വീഴും. അത് നമുക്ക് അകത്ത് വെച്ച് ഇത്രയും സ്പീഡിൽ വള്ളി വീഴേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും അതെ മെക്സിക്കോ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മുളകാണ്. നമ്മുടെ കയ്യിലിപ്പോൾ മുളകിൻ്റെ തൈകളാണ് ഒത്തിരി ഉള്ളത്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ ഫ്രഷ്കോന്ന് പച്ചമുളക് മേടിക്കും, അതിൻ്റെ വിത്തിട്ടതാണ്. അതിലൊരു പഴുത്ത മുളക് കണ്ടപ്പോൾ എടുത്ത് ഞാൻ പാവിയതാണ്. ആ സെയിം തന്നെയാണ് ഈ ബോക്സിൻ്റെ അകത്ത്. ഇത് ഞാൻ ഇതൊക്കെ പാവി കഴിഞ്ഞിട്ട് പാവിയതാണ് കേട്ടോ. അതും ഇഷ്ടം പോലെ മുളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഇങ്ങനെ ബട്ടർ ക്രസൻറ്റ് വാങ്ങിക്കാൻ കണ്ട ഒരു ബോക്സ് എടുത്തിട്ട് അതിനകത്ത് നട്ട് വെച്ചതാണ്. അതും ഇഷ്ടം പോലെ മുളച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇത്രയും മുളച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് എല്ലാം കിട്ടൂല കേട്ടോ. ഇതിൽ കുറേയൊക്കെ പോവും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഡാലിയ നട്ടിരുന്നില്ലേ, ആ ഡാലിയാണ് ഈ കാണുന്നത്. ഈ വളർന്ന് നിൽക്കുന്ന ഡാലിയാണ് കേട്ടോ. ഇതൊക്കെ ഡാലിയയുടെ വിത്ത്, ആ വിത്ത് മുളച്ച് വന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ മുളച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത് താരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.